Hello everyone, welcome to Say Cheers. ഇന്ന് നമ്മൾ കപ്പ കൊണ്ടൊരു സ്റ്റ്യൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പ സ്റ്റ്യൂന്നോ കപ്പ ഇഷ്ടൂന്നോ ഞങ്ങളുടെ അവിടെയൊക്കെ ഇഷ്ടൂന്ന് പറയുക. ഉരുളക്കിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കും, കപ്പ കൊണ്ടും ഉണ്ടാക്കാം. നമുക്ക് കപ്പ കൊണ്ട് ഇഷ്ടൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായി കഴുകിയിട്ട് അത് മുങ്ങത്തക്ക വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുക്കറിൽ വെച്ച് 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാട്ടുള്ളൂ. പക്ഷേ കപ്പ എപ്പോഴും ഇതുപോലെ വേവിച്ച് വെള്ളം ഊറ്റിക്കളയണം എന്ന് പറയുക. ഇങ്ങനെ വേവിച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും കപ്പ. കപ്പ വേവിക്കാനിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിലുകൊണ്ട് ഇതുപോലെ അമുക്കി നോക്കുമ്പോൾ വെന്തോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റും. അമ്മിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വേവിക്കുക, കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഈ കപ്പയെ വേറൊരു ചീനച്ചട്ടിക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റണം. ഗ്യാസ് ഇപ്പോൾ ഓൺ ആക്കണ്ട. ഇനി ഈ കപ്പയിലേക്ക് 2 മീഡിയം സൈസ് വെല്ലുള്ളി എടുത്തിട്ട് അതിനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു 2 കഷ്ണം ഇഞ്ചി ചതച്ചതും 4 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാൽ എടുത്തതാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മുങ്ങണ വരെ 2-ാം പാൽ ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ആ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയൊക്കെ വേകണ വരെ കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാകും. ആ തേങ്ങാപ്പാലും കുറച്ച് വറ്റിയിട്ടുണ്ടാകും. നമ്മൾ എന്നിട്ട് കയ്യിലുകൊണ്ട് കപ്പ കഷ്ണങ്ങളെ കുറേശ്ശെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാ കഷ്ണവും വേണ്ട, കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. തേങ്ങാപ്പാലിന് വേണ്ടി ഞാൻ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇത്തിരി കുറുകി വന്ന ശേഷം നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ 1 ഗ്ലാസ്സാണ് ഞാൻ ഒഴിക്കുന്നത്. 1-ാം പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കാൻ വിടണ്ട. ഒരു തിള വരുമ്പോൾ തന്നെ ഇങ്ങനെ പതഞ്ഞ് വരുമല്ലോ, അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇഷ്ടമുണ്ടാക്കി കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കൊഴുക്കും. ഇനി നല്ലോണം ആ വെള്ളം വറ്റിയ പോലെ ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും നിർബന്ധമുള്ള കാര്യമാണ്. വിളമ്പും മുമ്പ് കുറച്ച് നേരം അടച്ച് വെച്ചാൽ പാത്രപാകം വരും. ഈ കപ്പ ഇഷ്ടം നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ആപ്പത്തിൻ്റെ കൂടെയോ ഇടിയാപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.